മനുഷ്യന്റെ മനസ്സും അവൻ ജീവിക്കുന്ന പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മനുഷ്യന്റെ ചിന്തയെയും അതുവഴി ജീവിതത്തെ തന്നെയും ക്രമപ്പെടുത്തുന്നതിൽ അവൻ ജീവിക്കുന്ന ചുറ്റുപാട് വലിയ പങ്ക് വഹിക്കുന്നു. ഈ കണ്ടെത്തലുമായി ജീവിതത്തെ നേർവഴിക്കാക്കാനും മികച്ച തലമുറയെ വാർത്തെടുക്കാനും ഉതകുന്ന കർമ്മപഥത്തിൽ വ്യക്തിമുദ്ര ചാർത്തിയിരിക്കുന്ന ആളാണ് ഡോക്ടർ സൈജു ഖാലിദ് എന്ന ഭരണിക്കാവ് മങ്ങാരം സ്വദേശി. മനഃശാസ്ത്ര വിദഗ്ധൻ, മോട്ടിവേഷണൽ സ്പീക്കർ, സൈക്കോ തെറാപ്പിസ്റ്റ് എന്നിങ്ങനെയെല്ലാം ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇതിലെല്ലാം ഉപരി ശ്രദ്ധേയനായ പരിസ്ഥിതി പ്രവർത്തകനും കൂടിയാണ്. മോട്ടിവേഷൻ പ്രഭാഷകൻ എന്ന നിലയിൽ 1000-ഓളം വ്യത്യസ്ത വേദികളിലായി 2 ലക്ഷത്തോളം പേരെങ്കിലും ഇദ്ദേഹത്തിന്റെ കേൾവിക്കാരായിട്ടുണ്ട്. ഓരോ മനുഷ്യ മനസ്സും നിഗൂഢത നിറഞ്ഞതാണ്. അതിന്റെ സഞ്ചാരവും ദിശയുമൊക്കെ നിർവചിക്കുന്നത് ദുഷ്കരമാണ്. എന്നാൽ ചിന്തകൾക്കും ബോധ്യങ്ങൾക്കും മനസ്സിനെ നിയന്ത്രിക്കാനാവും, നേർവഴിക്ക് നടത്താനുമാകും. ഈ വിധം വിജയപഥത്തിലേക്ക് എത്തിക്കാനും കഴിയും. ഡോക്ടർ സൈജുവിന്റെ കർമ്മമണ്ഡലം പരാജിതർക്ക് വിജയത്തിലേക്ക് പരവതാനിയൊരുക്കുന്ന മാർഗദർശനങ്ങൾ പകരുന്നതാണ്. ക്ലിനിക്കൽ സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന നിലയിലും വിജയമന്ത്രങ്ങളുടെ ഉരുക്കഴിച്ച് മനുഷ്യരിലെ ലക്ഷ്യബോധത്തെ ഉദ്ദീപിപ്പിക്കുന്ന പ്രഭാഷകൻ എന്ന നിലയിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ് സൈജു ഖാലിദ്. മനസ്സുകളുടെയും പ്രകൃതിയുടെയും കാവലാളെന്ന് ഈ മനഃശാസ്ത്രജ്ഞനെ വിശേഷിപ്പിക്കാം. കരുനാഗപ്പള്ളിയിൽ സൈക്കോ തെറാപ്പി ക്ലിനിക്ക് നടത്തുന്ന സൈജു ഖാലിദിന് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റുമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി പങ്കെടുക്കുന്ന പരിപാടികളും മോട്ടിവേഷൻ ക്ലാസുകളും നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇദ്ദേഹം വൃക്ഷത്തൈകൾ നടുന്നത് പതിവാണ്. തനിക്ക് കിട്ടുന്ന അവസരങ്ങളെ വരും തലമുറയ്ക്ക് കൂടി എങ്ങനെ മുതൽക്കൂട്ടാക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ഈ നന്മമരം പദ്ധതി ഇദ്ദേഹം ആരംഭിക്കുന്നത്. 8000-ലധികം വൃക്ഷത്തൈകളാണ് ഇതുവരെ നട്ടിട്ടുള്ളത്. കൊല്ലം മീനാക്ഷി വിലാസം ക്ഷേത്രനടയ്ക്ക് മുന്നിൽ മരം നട്ടാണ് സൈജു ഖാലിദ് പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങിയത്. അർബുദത്തിനെതിരെ സേ നോ ടു ക്യാൻസർ എന്ന ക്യാമ്പയിനും ഇദ്ദേഹം നടത്തുന്നു. വൃക്ഷത്തൈകൾ നടുന്നതിന് പുറമെ മറ്റുള്ളവരെ അതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തെയാണ് സംസ്ഥാന സർക്കാർ ആദരിച്ചിരിക്കുന്നത്. വനംമിത്ര അവാർഡായി ലഭിക്കുന്ന 25,000 രൂപയും നന്മമരം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കാനും രാജ്യം മുഴുവനും വൃക്ഷങ്ങൾ നടുന്ന ബൃഹത് പദ്ധതി നടപ്പാക്കാനും സൈജു ഖാലിദ് ലക്ഷ്യമിടുന്നു. ഇലിപ്പക്കുളം മങ്ങാരം പുതുശ്ശേരിയിൽ മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ ഖാലിദ് കുഞ്ഞിന്റെയും സുബൈദ ബീവിയുടെയും മകനായി ജനിച്ച സൈജു ചൂനാട് UP സ്കൂൾ, കറ്റാനം പോപ്പൈ സ്കൂൾ, കായംകുളം MS കോളേജ് എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തുകയും ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. രാജസ്ഥാനിലെ JGT സർവകലാശാലയിൽ നിന്നാണ് ഡോക്ടറേറ്റ് നേടിയത്. മനസ്സിനെ നേർവഴിക്കാക്കാൻ ധാരാളം ആളുകൾ തേടിവരുന്ന ഡോക്ടർ സൈജു ഖാലിദിന് സമകാലിക സമൂഹം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്.